നമസ്കാരം തിരുവനന്തപുരം. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയിട്ട് എന്താ പരിപാടി? കനോക്കുന്നിലോട്ട് പോയാലോ? നമ്മൾ നേരെ ചെന്ന് ബൈക്കും പാർക്ക് ചെയ്തിട്ട് എൻട്രിയിലോട്ട് പോയി. എൻട്രി ടിക്കറ്റ് 50 രൂപ കേട്ടോ. ടിക്കറ്റ് കൊടുത്ത് നമ്മൾ അകത്തേക്ക് എൻട്രി ചെയ്തു. ലൈറ്റ്സൊക്കെ അവർ സൂപ്പറായിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിക്സൊക്കെ എടുത്ത് നടന്നപ്പോഴാണ് ആക്ടർ ജിബിൻ ഗോപിനാഥിനെ കണ്ടത്. പുള്ളിക്കാരൻ്റെ കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്ത്. പുള്ളിക്കാരൻ സൂപ്പർ ചില്ലാട്ടോ. പിന്നെ ഡ്രാഗണിനെ കാണാൻ പോയത്. ഡ്രാഗൺ നല്ല ലെന്തുണ്ട് കേട്ടോ. അവിടെ നിന്നും കുറേ പിക്സൊക്കെ എടുത്ത് പിന്നെ നേരെ പോയത് നമ്മുടെ ഫ്ലവർ ഷോയുടെ ഏരിയയിലോട്ടാണ്. ഒത്തിരി ഫ്ലവേഴ്സും പ്ലാന്റ്സും എല്ലാം ഉണ്ട്. നമുക്ക് പൈസ കൊടുത്ത് ചിലതൊക്കെ വാങ്ങിക്കാനുള്ള ഓപ്ഷൻസും അവിടെ ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഓണത്തിനുണ്ടായിരുന്ന മറ്റേ വൈക്കോൽ കൂനയുടെ ഒരു ഫൈൻഡ് ദ പാത്ത് കൈൻഡ് ഓഫ് പസിലുണ്ടല്ലോ, അത് ഇത്തവണ നമ്മുടെ ലൈറ്റ്സും ഗ്ലാസസും ഒക്കെ വെച്ചാണ്. അതും നല്ലതാണ്. പിന്നെ അവർ മെഡിസിനൽ പ്ലാന്റ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കും അവിടെ നിന്ന് അശോക തെറ്റ് കിട്ടി. പിന്നെ ഓരോ നാളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആൻഡ് ട്രീസ് അവിടെ അവൈലബിൾ ആണ്. ഈ ബോൺസായി ട്രീ 20 വർഷം പഴക്കമുള്ളതാണ്. അവിടെ 40-45 വർഷം വരെ പഴക്കമുള്ള ബോൺസായി ട്രീസും എല്ലാം ഉണ്ട്. അങ്ങനെ നടന്ന് തളർന്ന് ഞാനൊരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ നേരെ പോയത് നമ്മുടെ ബുക്സിൻ്റെ ഒക്കെ ഒരു എക്സിബിഷൻ കൈൻഡ് ഓഫ് ഏരിയ ആണ്. അവിടെ സെയിലും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ പെറ്റ്സ് ഷോയിലേക്ക് കയറി ഞാൻ. 50 രൂപയാണ് അവിടെ എൻട്രി ടിക്കറ്റ്. അവിടെ എൻട്രിയിൽ തന്നെ ഉടുമ്പൊക്കെ വെച്ച ഒരു പയ്യൻ നിൽപ്പുണ്ട്. അതെല്ലാം ഞാൻ പിക്സൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറി. ഇവിടെ ഒരു സർപ്രൈസ് ഗസ്റ്റ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് ഗസ്റ്റ്. പുള്ളിക്കാരൻ വേണമെങ്കിൽ നമ്മുടെ ദേഹത്തൊക്കെ ഈ പാമ്പിനെ തരും, പക്ഷേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോഗ്സിൻ്റെ ഒരു ഏരിയയാണ്. പിറ്റ്ബുള്ളും നമ്മുടെ സൈബീരിയൻ ഹസ്കിയും എല്ലാം ഉണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ മുള്ളം പന്നി എന്ന് അവർ പറയുന്നത്. പെറ്റ് ഷോ കഴിഞ്ഞ് പിന്നെ വീണ്ടും നേരെ പോയത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒരു ഏരിയയിലേക്കാണ്. അവിടെയും സെയിലിനുള്ള പ്ലാന്റ്സും ഒരുപാട് ടൈപ്സ് ഓഫ് മാവുകളും എല്ലാം സെയിലിന് അവൈലബിൾ ആണ് അവിടെയൊക്കെ. പിന്നെ ഇവിടെ ചെറുതായിട്ടൊന്ന് ലക്ക് ട്രൈ ചെയ്തു, പക്ഷെ കയ്യിൽ ക്യാമറ ഉള്ളത് കൊണ്ട് പിന്നെ രക്ഷ ഒന്നും കിട്ടിയില്ല.
ഇത് കഴിഞ്ഞുള്ളത് കുട്ടികളുടെ പ്ലേയിങ് ഏരിയ ആണ്. അവിടെ ഒരുപാട് പേര് നിൽപ്പുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ ഫിനിഷിംഗ് പോയിൻ്റ് ടച്ച് ചെയ്തു. ഇത് കഴിഞ്ഞ് നമ്മുടെ നിശാഗന്ധിയുടെ സൈഡിലൂടെയുള്ള ഗേറ്റ് വഴിയാണ് എക്സിറ്റ്. അതുവഴി ഇറങ്ങി പോകുമ്പോൾ ഒരുപാട് കച്ചവടക്കാരെല്ലാം സൈഡിൽ നിൽപ്പുണ്ട്. ഞാൻ പക്ഷേ അതുവഴി പോകാണ്ട് വീണ്ടും തിരിച്ച് നടന്നു. എന്നിട്ട് എൻട്രി അതുവഴി തന്നെ തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ബൈക്കെല്ലാം അവിടെ പാർക്ക് ചെയ്ത് വെച്ചിരുന്നത്. ആൻഡ് ഫോർ ദ ടൈം ബീങ് ആഡിയോസ് ആമിഗോസ്. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.